രാജധാനി ജ്വല്ലറി കവർച്ച കൂടുതൽ അന്വേഷണത്തിനായി അറസ്റ്റിലായ രവീന്ദ്രനെയും നൌഷാദിനെയും പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. രാജധാനി ജ്വല്ലറിയിൽ നിന്നും 16 കിലോയോളം സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്ന സംഘത്തിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഹോസ്ദുർഗ് ശ്രീകൃഷ്ണ മന്ദിരം റോഡിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ രവീന്ദ്രൻ, പാലക്കാട് ഒറ്റപ്പാലം ചേലിക്കുന്നത്ത് അബ്ദുൽ നൌഷാദ് എന്നിവരെ കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് കസ്റ്റഡിയിൽ വിട്ടുവിടാൻ ഹോസ്ദുർഗ് കോടതിയിൽ തിങ്കളാഴ്ച പോലീസ് അപേക്ഷ നൽകും. മോഷണ സംഘത്തിന്റെ സൂത്രധാരനായ അബ്ദുൽ ലത്തീഫിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വിശദമായി ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് രവീന്ദ്രൻ നൌഷാദും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത്. നൌഷാദിനെ ബാംഗ്ലൂരിൽ നിന്നും രവീന്ദ്രനെ കാഞ്ഞങ്ങാട് നിന്നുമാണ് അന്വേഷണ സംഘം തലവൻ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ജോസി ചെറിയാനും സംഘവും അറസ്റ്റ് ചെയ്തത്. കേസിൽ 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തതോടെ ആദ്യം അറസ്റ്റിലായ അബ്ദുൽ ലത്തീഫ് പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ വെറും കെട്ടുകഥയാണെന്ന് വ്യക്തമായി. ലത്തീഫിന്റെ കഥയിലെ ബോസ് ലത്തീഫ് തന്നെയാണെന്ന് വ്യക്തമായതും കൂട്ടാളികളെക്കുറിച്ച് വിവരം ലഭിച്ചത് ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോഴാണ്. ലത്തീഫ് പാലക്കാട് ഫെഡറൽ ബാങ്ക് വഴി 1.5 ലക്ഷം രൂപ കൈമാറിയതായി ആദ്യം കണ്ടെത്തി. ഈ അക്കൗണ്ട് നമ്പർ തേടിപ്പോയ പോലീസിന് ബാങ്കിൽ നിന്നാണ് നൌഷാദിന്റെ പേരും വിലാസവും ലഭിച്ചത്. നൌഷാദിനെ ബാംഗ്ലൂരിൽ നിന്ന് കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ സംഭവത്തിന് പിന്നിൽ രവീന്ദ്രനുമുണ്ടെന്ന് വ്യക്തമാവുകയായിരുന്നു. ജ്വല്ലറി ജീവനക്കാരെ നിരീക്ഷിക്കാൻ രവീന്ദ്രൻ പോവുകയും ജീവനക്കാർ പോയി എന്ന് ഉറപ്പാക്കിയതോടെ രവീന്ദ്രൻ ഈ വിവരം ലത്തീഫിന് നൽകുകയും ചെയ്തു. തുടർന്ന് ലത്തീഫ് ജ്വല്ലറിക്കകത്ത് കടന്ന് സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കുകയായിരുന്നു.